നമ്മുടെ SSC GD കോൺസ്റ്റബിളിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ മാസം തന്നെ അപ്ഡേറ്റ് വരുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് ഡേറ്റ് റിലീസ് ആയിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏപ്രിൽ 27-ാം തീയതി മുതലാണ് നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. മെയ് അവസാനം വരെ എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷ നടക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയിട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ പോർട്ടലിൽ നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കയറേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിലൂടെ നമുക്ക് എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനും പ്രാവർത്തികമാക്കാനും സാധിക്കുന്നതായിരിക്കും. എക്സാമിനേഷൻ വീക്കിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഫസ്റ്റ് വീക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 27 ഏപ്രിൽ 2026 മുതൽ 2 മെയ് 2026 വരെയാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് വീക്ക് കാണാൻ സാധിക്കുന്നതാണ് 4 മെയ് 2026 മുതൽ 9 മെയ് 2026 വരെയാണ് പറയുന്നത്. അതുപോലെ തേർഡ് വീക്ക് 18 മുതൽ 23 മെയ് 2026 വരെ. അതുപോലെ ഫോർത്ത് വീക്ക് ഇവിടെ കാണാൻ സാധിക്കും. തേർഡ് കഴിഞ്ഞാൽ ഫോർത്ത് വീക്കാണ് വരുന്നത്. അത് 25 കഴിഞ്ഞിട്ട് 25 മുതൽ ഏകദേശം 30 മെയ് 2026 വരെയാണ് എക്സാം നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ, PDF മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടുള്ള 4 എണ്ണം ഉണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. B1, B2, അതുപോലെ തന്നെ B3, പിന്നെ B4, B1, B3യും B4ഉം മലയാളത്തിലാണ്. പിന്നെ എക്സ്ട്രാ കറണ്ട് അഫയേഴ്സ് കൂടി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മോക്ക് ടെസ്റ്റ് വളരെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ടേക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇത് പർച്ചേസ് ചെയ്യാൻ നേരത്തായി നമ്മുടെ ടീമിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാന്നാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ചാനൽ ലിങ്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് വാങ്ങാനായിട്ടുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആവശ്യമുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ഷാൽ ബി റിക്വയർഡ് ടു ഇൻഡിക്കേറ്റ് ദെയർ ഓർഡർ പ്രിഫറൻസ്. അതായത് നമുക്ക് ഓർഡർ പ്രിഫറൻസ് കൊടുക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് വീക്കിൽ വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എക്സാമിനേഷൻ ഡേറ്റ് SSC തന്നെ തീരുമാനിക്കുമെന്നായിരുന്നു ആദ്യം നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലൊരു മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നമുക്കിതിൽ ഏത് വീക്കിൽ പരീക്ഷ എഴുതണം എന്നുള്ള കാര്യം നമുക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം 11 ഏപ്രിൽ 2026, ഇന്ന് 15 അവർ എന്ന് പറയുമ്പോൾ 3 മണീൻ്റെ അടുത്താണ് ഏകദേശം വരുന്നത്. ഇന്ന് ഏകദേശം 3 മണി മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് ഏകദേശം 15-ാം തീയതി വരെയാണ് നിലനിൽക്കുന്നത്. നമുക്കിത് സെലക്ട് ചെയ്യാനുള്ള ടൈം 15-ാം തീയതി വരെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ 15-ാം തീയതി വൈകുന്നേരത്തിനുള്ളത് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ SSC തന്നെ നമുക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യുന്ന രീതിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ തീർച്ചയായിട്ടും വീഡിയോയിൽ കാണിച്ചു തരാം മുമ്പോട്ടേക്ക്. സോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് കരുതുന്നു. അതായത് ഈ 4 വീക്കുകളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. 4 ടൈം ലൈൻ ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡേറ്റിൽ പരീക്ഷ എഴുതാൻ പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ 25 മുതൽ 30 വരെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 26-ന് കിട്ടും, 27-ന് കിട്ടും, 28-ന് കിട്ടും. ഇതിൻ്റെ ഇടയിൽ ഏത് ഡേറ്റ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ 27 മുതൽ 2 വരെയുള്ള ഡേറ്റാണ് കൊടുത്തിട്ടുള്ളത്. 27, 28, അതുപോലെ തന്നെ മെയ് 1, ഏത് ഡേറ്റിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഡേറ്റുകളിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എക്സാംസോ അല്ലെങ്കിൽ ഉദാഹരണം മറ്റെന്തെങ്കിലും എക്സാംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഐ തിങ്ക് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഈ ഒരു ഡേറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് ചിലർക്ക് എടുക്കാൻ പറ്റില്ല. ചിലർക്ക് മറ്റെന്തെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാം മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഡേറ്റിൽ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ ആ ഡേറ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. സോ ചിലവർക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഈ ലാസ്റ്റ് ഡേറ്റിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഫസ്റ്റ് ഈ ഒരു വീക്കിൽ ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡേറ്റിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് പ്രിഫറൻസ് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും വിൻഡോ ഓപ്പൺ ആകും ആ ഒരു സമയത്ത് ആവശ്യമാണ് തീർച്ചയായും കാണിച്ചു തരാം. അപ്പോൾ മാക്സിമം ഈ ഒരു അപ്ഡേറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നതായിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ടീമിൻ്റെ നമ്പർ ഇവിടെ നിങ്ങൾക്ക് ടീമിൻ്റെ നമ്പർ കാണാൻ സാധിക്കും. അത് ഡയറക്റ്റ്ലി താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇത് കറണ്ട് അഫയേഴ്സ് ആണ്, പുതിയ കറണ്ട് അഫയേഴ്സ്. ഇത് നമ്മുടെ ആർമി GD, അതുപോലെ തന്നെ SSC GD, അതുപോലെ എല്ലാവിധ ഡിഫൻസിനും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് മിലിറ്ററി എക്സസൈസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാം. B1ഉം B2ഉം ഇംഗ്ലീഷാണ്, B3, B4 മലയാളത്തിലാണ് വരുന്നത്. സോ താല്പര്യമുള്ളവർക്ക് നോക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആഡ് കാർട്ട് കൊടുത്ത് എത്ര എണ്ണം വേണം ഓരോന്ന് ആഡ് കാർട്ടിലിട്ട് നമുക്ക് ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള പേയ്മെൻറ്റ് വരുന്ന കാണാൻ സാധിക്കും. ആവശ്യമില്ലാത്ത റിമൂവ് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം പർച്ചേസ് ചെയ്ത് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം വളരെ ലേറ്റ് ആയിട്ടുള്ള പെട്ടെന്ന് തീർത്താൻ പറ്റുന്ന മോക്ക് ടെസ്റ്റ്, കാരണം എക്സാം ഇവിടെ അടുത്തിരിക്കുകയാണ്. ഒരു 3-4 മോക്ക് ടെസ്റ്റ് ഉടനെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട.